السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിരന്തരമായി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിനു പുറകെ മറ്റൊന്നായി അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ഒരു ചിന്താഗതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മളുടെ അവകാശമാണ്. അതായത് അള്ളാഹു നമുക്ക് അവൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവൻ കനിഞ്ഞു നൽകുന്നതല്ല, ഇതെല്ലാം നമുക്ക് കിട്ടേണ്ടവ തന്നെയാണ്, ഇതിനൊക്കെ നമ്മൾ അവകാശികളാണ് എന്നൊരു ചിന്ത മനുഷ്യരിൽ ഉണ്ടാകും. ആ ഒരു ചിന്ത തോന്നി തുടങ്ങുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർ അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാത്ത ആളുകളായി മാറും. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ, ഒരു കടയിൽ പോയി നമുക്കിഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കഴിക്കുമ്പോഴോ നമുക്കിഷ്ടമുള്ള ഒരു വസ്ത്രം വാങ്ങുമ്പോഴോ ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ നമുക്ക് സമ്പത്ത് തന്ന അള്ളാഹുവിനെ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കാറുണ്ടോ? ആ ഒരു സാധനം വാങ്ങാൻ നമുക്ക് അവസരമൊരുക്കിയ അവിടെ നടന്നെത്താൻ, ആ കടയിലേക്ക് എത്താൻ നമ്മളെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ നമ്മൾ ഓർക്കാറുണ്ടോ? അള്ളാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യാറുണ്ടോ? നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ, നമ്മൾ ഒരു ആശുപത്രിയിലൂടെ പോകുമ്പോൾ അവിടുത്തെ രോഗികളെ കാണുമ്പോൾ നമുക്ക് ആ രോഗമൊന്നും വരുത്താതെ ഇങ്ങനെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ ശുക്ർ ചെയ്യാറുണ്ടോ? നമ്മൾ ജയിലുകളിലൂടെ അതിനടുത്തുകൂടെ പോകുമ്പോൾ അതിലൊന്നും പിടിക്കപ്പെടാതെ, അതിലൊന്നും അടഞ്ഞുകൂടാതെ നമ്മുടെ ഈ നാട്ടിൽ സ്വതന്ത്രമായി നമുക്ക് ജീവിക്കാൻ അള്ളാഹു തന്ന ഈ അനുഗ്രഹത്തിന് നമ്മൾ ശുക്ർ ചെയ്യാറുണ്ടോ? മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അത്തൊഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി ഈമാൻ്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അള്ളാഹുവിനെ സ്തുതിക്കുന്നതും അവന് ശുക്ർ ചെയ്യുന്നതും മീസാൻ, അതായത് അളവുകോലിനെ നിറയ്ക്കുന്നതാണ്, നന്മയുടെ അളവുകോലിനെ. പിന്നീട് പറയുന്നു സുബ്ഹാനല്ലാഹു വൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും തുടരെ പറയുന്നത്, അതായത് അള്ളാഹു ഏറ്റവും പരിശുദ്ധനെന്നും അള്ളാഹുവിനാകുന്ന സർവസ്തുതി, അവനാകുന്ന എല്ലാ ശുക്ർ എന്നും പറയുന്നതും. തംലആനി മാ ബൈന സമാവാതി വൽ അർദ്, ഇവ രണ്ടും ആകാശത്തിനും അതിനെത്ര നിറയ്ക്കുന്ന അത്ര പ്രതിഫലമുള്ള സംഗതികളാണ്. ശുക്രിൻ്റെ മഹത്വത്തെ ഈ ഹദീസ് നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. അത്രത്തോളം പവിത്രവും അനിവാര്യവുമായ ഈ ശുക്ർ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നാം ഓരോരുത്തരും പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അത് നമ്മൾ നിർത്താതെ തുടരെ ഓരോ സന്ദർഭത്തിലും ചെയ്യേണ്ടതുണ്ട്. ഇതിനെപ്പറ്റി പറയുന്ന വേറൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അത്വായിമു ഷാക്കിറു ബിമൻസിലതി സ്വായിമുൽ സ്വാബിർ, അതായത് ശുക്രോടെ, നന്ദിയോടെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ സഹനത്തോടെ, ക്ഷമയോടെ നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ്. അള്ളാഹു തആലക്ക് വേണ്ടി 10-12 മണിക്കൂറും ഭക്ഷണവും പാനീയവും വെടിഞ്ഞ് ഇബാദത്തുകളിൽ കഴിച്ചുകൂടുന്ന ഒരു നോമ്പുകാരൻ്റെ അത്രയും പ്രതിഫലമാണ് അവൻ തന്ന ഭക്ഷണം അവനുള്ള നന്ദിയോടെ നമ്മൾ കഴിക്കുന്നതിന്. നോമ്പുകാരുടെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ, നോമ്പുകാർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വാതിൽ തന്നെയുണ്ട്, റയ്യാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വാതിൽ. ആ വാതിൽ വഴിയാണ് കൃത്യമായി നോമ്പനുഷ്ഠിച്ചിരുന്ന സത്യവിശ്വാസികൾ പ്രവേശിക്കുക. അതുമാത്രമല്ല, ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാവേണ്ട ഒരു സൽഗുണം കൂടിയാണ് ഈ ശുക്ർ അഥവാ ഗ്രേറ്റ്ഫുൾനെസ്. തിർമിദി റിപ്പോർട്ട് ചെയ്ത വേറെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, മല്ലാ യഷ്കുറുന്നാസ ലാ യഷ്കുറുല്ലാ, അതായത് ജനങ്ങൾക്ക് ശുക്ർ ചെയ്യാത്തവൻ അള്ളാഹുവിനും ശുക്ർ ചെയ്യുകയില്ല. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അവൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവന് മറ്റു പല മനുഷ്യരായിട്ടും ജന്തുക്കളായിട്ടും മറ്റു പല സംഗതികളായിട്ടും അവന് ഇടപാടുകളുണ്ടാവും. സാമ്പത്തിക ഇടപാടുകളുണ്ടാവും, അവല്ലാത്ത ഇടപാടുകളുണ്ടാവും. ഈ ഇടപാടുകളിലൊക്കെ ശുക്ർ അഥവാ നന്ദി ഉണ്ടായിരിക്കുക, അത് മനുഷ്യനുണ്ടാവേണ്ട ഒരു സൽഗുണമാണ്. അത് ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികളോട് നന്ദി കാണിക്കാൻ മടി കാണിക്കുന്ന ഒരു അഹങ്കാരിയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കാൻ സാധിക്കുക? ഈ ഒരു അവസരത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ മറക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളെ അതിന് കൃത്യമായി ശുക്ർ ചെയ്യണമെന്നും അത് നിർത്താതെ
ശുക്ർ ചെയ്യുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.